ലൂബിക്ക വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂബിക്ക ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 20 ചുവന്നുള്ളി, 10-12 ലൂബിക്ക, പിന്നെ 3 വറ്റൽമുളകും വേണം. ആദ്യം തന്നെ ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചുവന്നുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരണവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി എടുത്ത് വെച്ച് ലൂബിക്ക ഒന്ന് വാട്ടിയെടുക്കാം. അതും ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പിലിട്ട ലൂബിക്കയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഉപ്പിലിട്ട ലൂബിക്ക തന്നെ വേണമെന്നൊന്നുമില്ല ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഉപ്പിലിടാത്ത ലൂബിക്കാനുള്ളതെങ്കിൽ അത് വെച്ചും ഈ ചമ്മന്തി ഉണ്ടാക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ച 3 വറ്റൽമുളകും ചീനച്ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറ്റൽമുളകിൻ്റെ കളറൊന്ന് മാറി വരണം. ചുവന്ന മുളകിൻ്റെ കളറ് പെട്ടെന്ന് തന്നെ മാറി കിട്ടും. ഇപ്പോൾ ചുവന്ന മുളകും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതും ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ എല്ലാം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉപ്പിലിട്ട ലൂബിക്കയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പിലിടാത്ത ലൂബിക്കയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. നല്ല ചൂടൻ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. താങ്ക്